കേന്ദ്രം നടപ്പിലാക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവേശപൂർവ്വം നടപ്പിലാക്കുന്ന ഒരു രീതി കേരളത്തിനുണ്ട്. ഈ ഈ ഈ EWS സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അതാദ്യം ഇന്ത്യയിൽ തന്നെ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഈ കേരളമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും നടപ്പിലാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നടപ്പിലാക്കി 10% EWS സംവരണം. അതെങ്ങനെ? ഒരു 10% സംവരണം നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ വേണ്ടേ? ഇക്കണോമിക് വീക്കർ സെക്ഷൻ, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു ഗിവൺ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അവരെത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായ പഠനം വേണ്ടേ? അങ്ങനെ ഒരു പഠനമൊന്നും ഉണ്ടായില്ല. കേന്ദ്രത്തിൽ അത് നടപ്പിലാക്കുന്നു. രണ്ടാം പക്കം കേന്ദ്രത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുന്നു. രണ്ടാം പക്കം കേരളത്തിൽ നടപ്പിലാക്കുന്നു. PM ശ്രീയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. ലേബർ കോഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജാഗ്രതയുള്ളൊരു സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ജാഗ്രതയോടെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ്, ഒരു സർക്കാരാണ് എന്നതാണല്ലോ ഇവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം. ആ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലായിരിക്കുന്നത്.